ബാലിയിൽ നമ്മുടെ സ്റ്റേയുടെ ഒരു ദിവസം നമുക്കൊരു കോഫി പ്ലാന്റേഷൻ വിസിറ്റ് ഉണ്ടായിരുന്നു. ഒരു 90% ടൂർ പാക്കേജുകളിലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. കാരണം ബാലിയിലെ കോഫി അത്രയ്ക്ക് ഫേമസ് ആണ്. ഇവിടെ ഒരുപാട് കോഫി പ്ലാന്റേഷൻസും അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വർക്കേഴ്സും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ പോയ ഒരു കോഫി പ്ലാന്റേഷൻ ആയിരുന്നു. കാൻഡിക് എന്നായിരുന്നു പേര്. പുള്ളിക്കാരി അവിടുത്തെ ഒരു വർക്കറായിരുന്നു. ഇവരിവിടെ നട്ടു വളർത്തുന്ന കാപ്പിച്ചെടികളെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ നന്നായിട്ടൊരു വിവരണം തന്നെ തരുന്നുണ്ട്. ഇതിൻ്റെ ആ പ്രോസസ്സുകളെക്കുറിച്ചും ഒക്കെ ഇവർ ആദ്യം തന്നെ പറഞ്ഞു തരും. പിന്നീടാണ് ഒരു സാമ്പിൾ ടേസ്റ്റിംഗ് സെഷനിലേക്കൊക്കെ കടക്കുന്നത്. ഇവരിവിടെ കാപ്പിച്ചെടി മാത്രമൊന്നുമല്ല, നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ, മാംഗോസ്റ്റിൻ, വാനില, കൊക്കോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, വേൾഡിൽ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫിയാണ് ലുവ കോഫി. അത് ഈ ജീവിയിലെ നമ്മുടെ ഏതാണ്ട് മരപ്പട്ടിയെ പോലെയൊക്കെ തോന്നും, ആ ജീവിയുടെ എക്സ്ക്രീഷനിൽ നിന്നാണ് അത്ര എടുക്കുന്നത്. അത് ഒരുപാട് പ്രോസസ്സിലൂടെ ഇവർ വേർതിരിച്ചെടുക്കുന്നതാണ് ആ കോഫി. ആ സംഭവം നമുക്കിവിടെ ടേസ്റ്റിങ്ങിന് തരത്തില്ല. അത് അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണെന്നാണ് ഇവർ പറയുന്നത്. ഇവരിങ്ങനെ അതിൻ്റെ ഓരോ ഘട്ടത്തിലെയും ഓരോ പ്രോസസ്സുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ഘട്ടത്തിലും കാപ്പിക്കുരുവിന് വരുന്ന മാറ്റവും അവരിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരുന്നു. ഇവിടെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരിതെല്ലാം നാച്ചുറൽ മെത്തേഡിൽ കൂടെയാണ് വേർതിരിച്ചെടുക്കുന്നത്. നമ്മുടെ വിറകടുപ്പിലൊക്കെ വറുത്തെടുത്തിട്ട് നമ്മുടെ ഉരലിലൊക്കെ ഇടിച്ച് അങ്ങനെയാണ് പൊടിയാക്കി എടുക്കുന്നത്. ഒരു മെഷീൻസും ഇവർ യൂസ് ചെയ്യുന്നതായിട്ട് ഞാനിവിടെ കണ്ടില്ല. പിന്നെ നമ്മൾ ഇവരുടെ മാംഗോസ്റ്റിൻ, ഹിബിസ്കസ് അതിൻ്റെയൊക്കെ ഉണക്കിയ ഒരു കളക്ഷനാണ് കണ്ടത്. ഇവർ ഈ കാപ്പിപ്പൊടിയുടെ കൂടെ ഈ സംഭവമെല്ലാം മിക്സ് ചെയ്ത് പല ഫ്ലേവറിലുള്ള കാപ്പിയാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ എല്ലാം പൊടികളും ഇവിടെ ലഭ്യമാണ്. അങ്ങനെ ഇവർ നമ്മളെ ഒരു സാമ്പിൾ ടേസ്റ്റിംഗ് സെഷനിലേക്കാണ് അടുത്തത് കൊണ്ടുപോയത്. ഈ പ്രോസസ്സ് എല്ലാം വിശദമായിട്ട് കാണിച്ചു തന്നതിന് ശേഷമാണ് ഇവർ അങ്ങനെ ഒരു സെഷനിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. ഇവരുടെ ഈ പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റേജിലും കാപ്പിക്കുരുവിന് വരുന്ന മാറ്റമൊക്കെ ഇവർ നമ്മളെ വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന ഒരു ബോക്സിൽ നിന്ന് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ സ്മെല്ല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അപാര സ്മെല്ലായിരുന്നു. പ്രത്യേകിച്ച് കോഫി ലവേഴ്സിന് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലായിട്ട് തോന്നും. അങ്ങനെ ഇവർ നമുക്ക് നേരെ നമ്മളെ ടെസ്റ്റിംഗ് സെഷനിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറേ സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-20ഓളം കാപ്പിയുടെ സാമ്പിളാണ് നമുക്ക് ഇവരിവിടെ തരുന്നത്. പല ഫ്ലേവറിലുള്ളതാണ്. നമുക്കതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാപ്പിപ്പൊടിയൊക്കെ നമുക്ക് ഇവരുടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. കാപ്പി മാത്രമല്ല, ലെമൺ ടീ, ലെമൺ ഗ്രാസ് ടീ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാപ്പിയും കാപ്പിപ്പൊടിയും ടീയും ഒക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഈ വർക്കറില്ലേ, പുള്ളിക്കാരി നമ്മളോട് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ടേസ്റ്റ് ചെയ്യുന്ന സെഷനിലെല്ലാം പുള്ളി നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും ആൾക്കാരെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എപ്പോഴെങ്കിലും സ്നോഫാൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നും സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്നും ആയിരുന്നു. പക്ഷേ ഈ ഫാമിലെ ജോലിയും അവിടുത്തെ കൂലിയും ഒന്നും കൊണ്ട് അതിന് സാധിക്കില്ലെന്നും പുള്ളിക്കാരി പറഞ്ഞു. പക്ഷേ പുള്ളി ഈ ജോലിയിൽ വളരെ സംതൃപ്തിയാണെന്നും ഹാപ്പിയാണെന്നും ഇങ്ങനെ ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹമെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ സ്റ്റോറിൽ പോയി അവിടെ നിന്ന് കുറേ കാപ്പിപ്പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാമെന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും ഒക്കെ കരുതിയാണ് വാങ്ങിയത്. ഗിഫ്റ്റ് പാക്ക്, നോർമൽ പാക്ക് അങ്ങനെ പലതരത്തിലുള്ള പാക്കറ്റുകളിൽ ഇവിടെ കാപ്പിപ്പൊടി ലഭ്യമായിരുന്നു. നമ്മളങ്ങനെ അവിടുന്ന് കുറേ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാനും വേണ്ടി കുറേ ടൈപ്പ് ഓഫ് കാപ്പിപ്പൊടിയും ടീയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് ബൈ ഒക്കെ പറഞ്ഞ് നേരെ തിരിച്ചു പോയി.